Hello and welcome to Everyday English Speaking and Writing Skills. ഇംഗ്ലീഷ് പഠിക്കാൻ സംസാരിക്കാൻ വേണ്ടി ഡെയിലി യൂസ് സ്പോക്കൺ ഇംഗ്ലീഷ് വാചകങ്ങളാണ് ഈ ചാനലിൽ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വേറെ വാചകങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്റെ കയ്യിൽ ആ സമയത്ത് പണം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എന്റെ പക്കൽ ആ സമയത്ത് പണമില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് മണി ഇൻ മൈ ഹാൻഡ് അറ്റ് ദാറ്റ് ടൈം. ഐ ഡിഡ്ന്റ് ഹാവ് മണി, അതായത് ഐ ഡിഡ് നോട്ട് ഹാവ് മണി ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. ഹാൻഡിന് പകരം നമുക്ക് ഐ ഡിഡ്ന്റ് ഹാവ് മണി മീ അറ്റ് ദാറ്റ് ടൈം അങ്ങനെ പറയാം. വിത്ത് മീ എന്ന് പറഞ്ഞാൽ എന്റെ വശം അല്ലെങ്കിൽ എന്റെ പക്കൽ ഐ ഡിഡ്ന്റ് ഹാവ് മണി, പൈസ ഉണ്ടായിരുന്നില്ല അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ലൈക്ക് ഐ സെഡ് ബിഫോർ, ഐ ഡിഡ്ന്റ് നോ എനി ഓഫ് ദിസ്. ലൈക്ക് ഐ സെഡ് ബിഫോർ, ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഐ ഡിഡ്ന്റ് നോ എനി ഓഫ് ദിസ്. ഐ ഡിഡ് നോട്ട് നോ എനി ഓഫ് ദിസ്. എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപേ. ലൈക്ക് ഐ സെഡ്, ഞാൻ പറഞ്ഞ പോലെ. ലൈക്ക് ഐ സെഡ് ബിഫോർ, ഞാൻ മുൻപ് പറഞ്ഞ പോലെ. ആദ്യം നീ അത് എടുത്തോ ഇല്ലയോ എന്ന് എന്നോട് പറ. ആദ്യം നീ അത് എടുത്തോ ഇല്ലയോ എന്ന് എന്നോട് പറ. ഫസ്റ്റ് ടെൽ മീ ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ് ഓർ നോട്ട്. ഫസ്റ്റ് ടെൽ മീ, ആദ്യം എന്നോട് പറയൂ. ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ്, നീ അത് എടുത്തിട്ടുണ്ടോ. ഓർ നോട്ട്. ഇവിടെ നമ്മൾ നോട്ട് എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിച്ചത് ഇല്ലയോ എന്നർത്ഥമാണ്. അതായത് ഇപ്പൊ നോട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെയാ ഈ സെന്റൻസ് പറയാ? ടെൽ മീ ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ് ഓർ ടെൽ മീ ഇഫ് യു ഹാവ് നോട്ട് ടേക്കൺ ഇറ്റ്. അപ്പോ ടെൽ മീ ഇഫ് യു ഹാവ് നോട്ട് ടേക്കൺ ഇറ്റ് എന്ന ആ വലിയ ഒരു ഫ്രേസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, സെന്റൻസിന് പകരമായി ഒറ്റ വാക്കിലാണ് നമ്മൾ അത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ടെൽ മീ ഇഫ് യു ഹാവ് ടേക്കൺ ഇറ്റ്, അത് ഫസ്റ്റ് പാർട്ട്, നീ എടുത്തോ. ഓർ വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഓർ നോട്ട്, അതായത് എടുത്തോ ഇല്ലയോ. എനിക്ക് ശരിക്കും അറിയില്ല. എനിക്ക് ശരിക്കും അറിയില്ല. ഐ റിയലി ഡോണ്ട് നോ. ഐ റിയലി ഡോണ്ട് നോ. അല്ലെങ്കിൽ നമുക്കിതിനെ ഐ ഡോണ്ട് നോ റിയലി. ഐ ഡോണ്ട് നോ റിയലി, എനിക്ക് ശരിക്കും അറിയില്ല. ഞാനും അത് തന്നെ ചോദിക്കാൻ പോകുകയായിരുന്നു. ഞാനും അത് തന്നെ ചോദിക്കാൻ പോകുകയായിരുന്നു. ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദ സെയിം. ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദ സെയിം അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദ സെയിം തിങ് അങ്ങനെ പറയാം. അതുമല്ലെങ്കിൽ ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ. അപ്പോ സെയിം എന്ന് പറഞ്ഞാൽ അത് തന്നെ. സെയിം തിങ് എന്ന് പറഞ്ഞാൽ ആ കാര്യം തന്നെ. സെയിം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആ ചോദ്യം തന്നെ. അപ്പോ ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദ സെയിം. ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദ സെയിം തിങ്. ഐ വാസ് അബൌട്ട് ടു ആസ്ക് ദ സെയിം ക്വസ്റ്റ്യൻ. ഇതിന്റെ ഒരു സ്ലൈറ്റ് വേരിയേഷൻ എന്നോണം ഞാനും അത് തന്നെ പറയാൻ പോകുകയായിരുന്നു. ഞാനും അത് തന്നെ പറയാൻ പോകുകയായിരുന്നു. നേരത്തെ നമ്മൾ ആസ്ക് എന്നാണ് പറഞ്ഞത്, ഇവിടെ പറയുക എന്നാണ് പറയുന്നത്. സോ ഐ വാസ് ഗോയിങ് ടു സേ ദ സെയിം തിങ്. അപ്പോൾ ആസ്കിന് പകരം സേ. ഐ വാസ് ഗോയിങ് ടു സേ ദ സെയിം തിങ്. ഞാനും അത് തന്നെ പറയാൻ പോകുകയായിരുന്നു. എനിക്കും അതേ സംശയമാണ് ഉള്ളത്. എനിക്കും അതേ സംശയമാണ് ഉള്ളത്. ഐ ഓൾസോ ഹാവ് ദ സെയിം ഡൗട്ട്. ഐ ഓൾസോ ഹാവ് ദ സെയിം ഡൗട്ട്. അതല്ലെങ്കിൽ ഐ ഹാവ് ദ സെയിം ഡൗട്ട് ടു. ഐ ഹാവ് ദ സെയിം ഡൗട്ട് ടു. ഡൗട്ട് എന്ന് പറഞ്ഞാൽ സംശയം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എനിക്കും എന്നതിനെ നമ്മൾ രണ്ട് രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഐ ഓൾസോ എന്ന് ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞു. ഐ ഓൾസോ ഹാവ് ദ സെയിം ഡൗട്ട്. രണ്ടാമത്തെ സെന്റൻസിൽ നോക്കുകയാണെങ്കിൽ ഐ ഹാവ് ദ സെയിം ഡൗട്ട് ടു എന്നാണ്. ഓൾസോ വന്നിട്ടില്ല. അപ്പോ ഓൾസോ എന്ന വാക്കിന്റെയും ടു എന്ന വാക്കിന്റെയും മീനിങ് ഏതാണ്ട് സെയിം ആണെങ്കിലും പൊസിഷൻ ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ജനറൽ ആയിട്ടുള്ള റൂൾ എന്തെന്നാൽ ടു എന്ന വാക്ക് എപ്പോഴും സെന്റൻസിന്റെ എൻഡിലാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഐ ലവ് യു ടു.
അല്ലെങ്കിൽ me too. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ടു എന്ന വാക്ക് എപ്പോഴും ആ എക്സ്പ്രഷന്റെ എൻഡിലാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഐ വാസ് ഓൾസോ there. ഐ വാസ് ഓൾസോ there അല്ലെങ്കിൽ ഐ വാസ് there ടു. അപ്പൊ ടു എന്നത് എൻഡിലാണ് വന്നിരിക്കുന്നത്. മറ്റവിടെ there എന്ന വാക്കിന്റെ മുന്നിലാണ് നമ്മൾ ഓൾസോ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഐ വാസ് ഓൾസോ there അല്ലെങ്കിൽ ഐ വാസ് there ടു. അവൾക്കും ഞങ്ങളുടെ കൂടെ വരാം. അവൾക്കും ഞങ്ങളുടെ കൂടെ വരാം. ഷീ ക്യാൻ ഓൾസോ കം വിത്ത് us. ഷീ ക്യാൻ ഓൾസോ കം വിത്ത് us. ഇത് ടു ഉപയോഗിക്കുകയാണെങ്കിൽ ഷീ ക്യാൻ കം വിത്ത് us ടു. ഷീ ക്യാൻ കം വിത്ത് us ടു. രണ്ടിന്റെ അർത്ഥം അവൾക്കും ഞങ്ങളുടെ കൂടെ വരാം. ഇനി നമുക്ക് ഈ ടു എന്ന വാക്കിന്റെ വേറൊരു യൂസേജ് നോക്കാം. എന്റെ ചായക്ക് ഭയങ്കര ചൂടാണ്, കുടിക്കാൻ പറ്റുന്നില്ല. എന്റെ ചായക്ക് ഭയങ്കര ചൂടാണ്, കുടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ ചായക്ക് കുടിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്റെ ചായക്ക് കുടിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇതിനെ നമ്മൾ പറയുമ്പോൾ മൈ ടീ ഇസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. മൈ ടീ, എന്റെ ചായ, ഇസ് ടു ഹോട്ട്. ടു എന്ന വാക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എൻഡിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ടു എന്ന വാക്കിന്റെ അർത്ഥം വളരെ കൂടുതൽ, അളവിലും കൂടുതലായ, ആവശ്യത്തിലേറെ എന്ന മീനിങ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ടു എന്ന വാക്ക് എൻഡിൽ വരാത്തത്. ഈ പ്രയോഗത്തിൽ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ടുവിന് പകരം ഓൾസോ ഉപയോഗിച്ചാൽ അത് ശരിയാവില്ല. ഓക്കെ, മൈ ടീ ഈസ് ഓൾസോ ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹോട്ട് എന്നുള്ള മീനിങ് വരുന്നില്ല. മൈ ടീ ഈസ് ഓൾസോ ഹോട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ചായ ചൂടാണ്, എന്റെ ചായയും ചൂടാണ് എന്നുള്ള മീനിങ് ആ വരിക. അപ്പൊ ഈ ടു എന്ന വാക്കിന്റെ രണ്ട് രീതിയിലുള്ള. ഇനി വേറൊരു എക്സാമ്പിൾ, നിന്റെ ഷർട്ട് വളരെ ലൂസാണ്. നിന്റെ ഷർട്ട് വളരെ ലൂസാണ്. യോർ ഷർട്ട് ഇസ് ടു ലൂസ്. ലൂസിന് പകരം ഇപ്പൊ ഷർട്ട് ടൈറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ യോർ ഷർട്ട് ഇസ് ടു ടൈറ്റ്. ഇവിടെ ടു ലൂസ് അല്ലെങ്കിൽ ടു ടൈറ്റ് എന്ന് പറയുന്നത് വെരി ലൂസ് അല്ലെങ്കിൽ വെരി ടൈറ്റ് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ നമ്മൾ യോർ ഷർട്ട് എന്നാണ് പറയുന്നത്, അല്ലാതെ യോർ ഷർട്ട് അങ്ങനെ പറയരുത്. ഷർട്ട്. ഓക്കെ, ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.